ഹായ് ഫ്രണ്ട്സ്, ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം ലോക്ക്ഡൗൺ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ട്രെയിനിങ് ഓൺലൈനിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പ്രസൻറ്റേഷൻസും വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പ്രത്യൂഷ് PS, വെൽഡർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഈ പ്രസൻറ്റേഷനിലൂടെ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഇനേർട്ടഡ് ഗ്യാസ് വെൽഡിംഗ് ഇലക്ട്രോഡ്സ് എന്ന വിഷയമാണ്. ഈ ടോപ്പിക് വെൽഡർ ട്രേഡിലെ 2ാം സെമസ്റ്ററിൽ TIG എന്ന ഭാഗത്ത് ഉൾപ്പെട്ടതാണ്. ഈ വിഷയം പ്രിൻസിപ്പിൾ ഓഫ് TIG വെൽഡിംഗ്, ഇൻട്രൊഡക്ഷൻ ഓഫ് TIG വെൽഡിംഗ്, TIG വെൽഡിംഗ് ടോർച്ചസ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പവർ സോഴ്സ് എന്നീ വിഷയങ്ങളുടെ തുടർച്ച കൂടിയാണ്. ആയതിനാൽ ഈ വിഷയങ്ങളെ ആസ്പദമാക്കി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള പ്രസൻറ്റേഷൻസ് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രസൻറ്റേഷൻ കാണുക. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ്. സ്റ്റേറ്റ് ദി ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്. നമുക്കറിയാം, TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. ഇനി ഏതൊക്കെ തരം ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളാണ് TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദി കളർ കോഡിഫിക്കേഷൻ. സാധാരണയായി TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ഇലക്ട്രോഡുകൾക്കും ഓരോ കളർ കൊടുക്കാറുണ്ട്. ആ കളർ കോഡിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. നെക്സ്റ്റ്, ഇലക്ട്രോഡ് ഡയമെൻഷൻസ്. TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളുടെ ഡയമെൻഷൻസ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. നെക്സ്റ്റ്, ഇലക്ട്രോഡ് ഗ്രൈൻഡിങ് ആംഗിൾ ആൻഡ് ഗ്രൈൻഡിങ് മെത്തേഡ്. വിവിധ ലോഹങ്ങൾക്കും അതിൻ്റെ ലോഹസങ്കരങ്ങൾക്കും അനുസൃതമായി ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഗ്രൈൻഡ് ചെയ്യേണ്ട രീതി ഏതൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇലക്ട്രോഡ് കണ്ടീഷൻ. ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം നോക്കി വെൽഡിംഗ് പാരാമീറ്റേഴ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് കൺസിഡർ ഫോർ ചൂസിങ് പ്രോപ്പർ ഇലക്ട്രോഡ്. ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നും നമുക്ക് നോക്കാം. ഇലക്ട്രോഡ് ഫോർ TIG welding. For TIG welding, the applied electrode is mainly made of tungsten. Pure tungsten is a very heat-resistant material with a fusion point of approximately 3380 degrees Celsius. സാധാരണയായി TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. പ്യൂർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയലാണ്. പ്യൂർ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. By alloying tungsten with a few percentage of metal oxide, the conductivity of the electrode can be increased, which has the advantage that it can be thereby resist a higher current load. വളരെ കുറഞ്ഞ അളവിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ കൂടെ മെറ്റൽ ഓക്സൈഡ് ചേർക്കുമ്പോൾ ഇലക്ട്രോഡിൻ്റെ വൈദ്യുതി ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും തന്മൂലം ഉയർന്ന കറണ്ട് ലോഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അലോയ് ടൈപ്പ് ഇലക്ട്രോഡിന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ദി അലോയ്ഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് therefore have a longer lifetime and better ignition properties than the electrode of pure tungsten. പ്യൂർ ടങ്സ്റ്റനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അലോയ് ടൈപ്പ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾക്ക് ജ്വലനശേഷിയും ലൈഫ് ടൈമും കൂടുതലാണ്. ആയത് കാരണം കൊണ്ട് സാധാരണയായി തോറിയം ഓക്സൈഡ്, സിർക്കോണിയം ഓക്സൈഡ്, ലാന്തനം ഓക്സൈഡ്, സിറിയം ഓക്സൈഡ് പോലെയുള്ള മെറ്റൽ ഓക്സൈഡുകൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ കൂടെ വ്യാപകമായി ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളെ തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നും സിർക്കോണേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നും ലാന്തനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നും സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നും ആണ് അറിയപ്പെടാറുള്ളത്. ലോഹങ്ങളും അതിൻ്റെ അലോഹങ്ങളും അതിൻ്റെ സവിശേഷത അനുസരിച്ച് ഇന്ന് വ്യാപകമായി പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളും അലോയ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളും ഉപയോഗിക്കാറുണ്ട്. കളർ കോഡ് ആൻഡ് അലോയിങ് എലമെൻറ്റ്സ് ഫോർ വേരിയസ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് അലോയിസ്. TIG വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളുടെ കളർ കോഡിങ്ങും അലോയിങ് എലമെൻറ്റ്സും ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അലോയിങ് എലമെന്റ്സ് ദാറ്റ് ഈസ് പ്യുവർ. അലോയിങ് ഓക്സൈഡ് ഒന്നും തന്നെ അലോയിങ് ഓക്സൈഡായി ചേർക്കുന്നില്ല. ആൻഡ് കളർ കോഡിംഗ് ഗ്രീൻ കളറാണ്. ആൻഡ് AWS classification EWP. E for electrode, W for wolfram and P for pure. പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കറണ്ട് ടൈപ്പ് AC ആൻഡ് DC. ആൾട്ടർനേറ്റീവ് കറൻറ്റും അതേപോലെ തന്നെ ഡയറക്റ്റ് കറൻറ്റ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ദി അലോയിങ് എലമെൻറ്റ് ദാറ്റ് ഈസ് സിറിയം. അലോയിങ് ഓക്സൈഡ് ദാറ്റ് ഈസ് സിറിയം ഓക്സൈഡ്. സിറിയം ഓക്സൈഡ് 2% പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ കൂടെ ആഡ് ചെയ്യാറുള്ളത്. AWS ക്ലാസിഫിക്കേഷൻ പ്രകാരം EWCE2 എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് കളർ കോഡിംഗ് ദാറ്റ് ഈസ് ഓറഞ്ച്. സാധാരണയായി ഉപയോഗിക്കാറുള്ളത് ആൾട്ടർനേറ്റീവ് കറൻറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും ഡയറക്റ്റ് കറൻറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ സാധാരണയായി സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ലാന്തനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ദി അലോയിങ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് lanthanum. The alloying oxide that is lanthanum oxide. And color coding that is black. And AWS classification EWLA1. E for electrode, W for wolfram or tungsten. And LA1. LA for lanthanum and 1 for 1%. It is used in AC and DC. ആൾട്ടർനേറ്റീവ് കറൻറ്റും ഡയറക്റ്റ് കറൻറ്റും വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ലാന്തനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളാണ് പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദി അലോയിങ് എലമെൻറ്റ് ദാറ്റ് ഈസ് തോറിയം ആൻഡ് ദി അലോയിങ് ഓക്സൈഡ് ദാറ്റ് ഈസ് തോറിയം ഓക്സൈഡ്. കളർ കോഡിംഗ് ദാറ്റ് ഈസ് യെല്ലോ. ആൻഡ് AWS ക്ലാസിഫിക്കേഷൻ EWTH1. തോറിയം 1% മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. ആൻഡ് ഇത് ഉപയോഗിക്കാറുള്ളത് ഡയറക്റ്റ് കറൻറ്റ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. അടുത്തതായി തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. 2% പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ കൂടെ 2% തോറിയം ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. The chemical symbol that is THO2. AWS classification EWTH2. Color coding that is red color. And current type that is DC. And last one, zirconated tungsten electrode. And the alloying element that is zirconium. And alloying oxide that is zirconium oxide. And the color coding that is brown color. ആൻഡ് AWS ക്ലാസിഫിക്കേഷൻ EWZR1. സിർക്കോണിയം 1% മാത്രമാണ് പ്യൂർ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ കൂടെ ആഡ് ചെയ്യാറുള്ളത്. ഇത് ഉപയോഗിക്കാറുള്ളത് AC കറൻറ്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലാണ്. സാധാരണയായി വൈറ്റ് മെറ്റൽസ് മഗ്നീഷ്യം, അലുമിനിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അലോയ്സ് വെൽഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് AC കറൻറ്റ് ഉപയോഗിക്കാറുള്ളത്. കളർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. സാധാരണയായി ടിഗ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്തതിനു വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് കളർ കോഡിംഗ് കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. As the pure tungsten electrode and different alloyed ones look the same, it is impossible to tell the difference between them. So, standard color identification on the electrode has been done. പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളും ഡിഫറൻറ്റ് അലോയിഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളും പ്രഥമ ദൃഷ്ടിയാൽ ഒരേപോലെ ഉള്ളതിനാൽ അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കളർ ഐഡൻറ്റിഫിക്കേഷൻ ഇലക്ട്രോഡിൻ്റെ പുറകുവശത്ത് നമ്മൾ സാധാരണയായി കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. Color marks on the last 10 mm of the electrode. Color may be applied in the form of band or dot etc. സാധാരണയായി ഇലക്ട്രോഡിൻ്റെ പുറകുവശത്ത് ഏകദേശം 10 mm ഒരു ബാൻഡ് പോലെയോ അല്ലെങ്കിൽ ഡോട്ട് പോലെയോ ആണ് നമ്മൾ കളർ കോഡിംഗ് കൊടുക്കാറുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ പ്യൂർ ടങ്സ്റ്റൺ ഇലക്ട്രോഡിനും ഡിഫറൻറ്റ് അലോയ് ടങ്സ്റ്റൺ ഇലക്ട്രോഡിനും വ്യത്യസ്ത കളർ കോഡിംഗ് കൊടുത്തിരിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോഡ് ഡയമെൻഷൻസ്. സാധാരണയായി ടിഗ് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ ഡയമെൻഷനുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഡയാമീറ്റേഴ്സ് ഫ്രം 0.5 mm to 8 mm. 0.5 മുതൽ 8 mm വരെയുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആണ്. The most commonly used TIG welding electrodes are 1.6, 2.4, 3.2 and 4 mm. ഇതിൽ സാധാരണയായി 1.6, 2.4, 3.2, 4 mm ഇലക്ട്രോഡുകളാണ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത്. The diameter of the electrode is chosen on the basis of current intensity,
വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ആൻഡ് വെദർ ഇറ്റ് ഈസ് AC ഓർ DC. വൈദ്യുതിയുടെ തീവ്രതയും ഏത് തരത്തിലുള്ള ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലും വെൽഡിംഗ് കറന്റ് അത് AC ആണോ അതോ DC ആണോ എന്നുള്ളതിനും അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോഡിൻ്റെ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ആണ്. അതുപോലെ ഏകദേശം 200 രൂപ വരെ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡിന് ഇന്ന് വിപണിയിൽ കൊടുക്കേണ്ടി വരും. ഇലക്ട്രോഡ് ഗ്രൈൻഡിംഗ് ആംഗിൾ. വ്യത്യസ്ത ലോഹങ്ങൾക്ക് അനുസൃതമായി ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫോർ ഒബ്റ്റൈനിങ് ഗുഡ് റിസൾട്ട് ഓഫ് ടിഗ് വെൽഡിംഗ് ദി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മസ്റ്റ് ബി ഗ്രൗണ്ടഡ് കറക്റ്റ്ലി. ഗുഡ് ക്വാളിറ്റി വെൽഡ് ബീഡ് ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോഡ് ശരിയായ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ്. അതിനായി സാധാരണയായി ഗ്രൈൻഡിംഗ് മെഷീൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. Welding is done with DCEN polarity. Electrode point should be conical to obtain concentrated arc that will provide a narrow and deep penetration profile. വെൽഡിങ്ങിന് വേണ്ടി ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം കോണിക്കൽ ഷേപ്പിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് ലഭിക്കുകയുള്ളൂ. തന്മൂലം ഡീപ്പ് പെനിട്രേഷനും നമുക്ക് ലഭിക്കുകയുള്ളൂ. Next, for AC TIG welding, the tungsten electrode is rounded as during the welding process it is so heavily loaded that it is melted into half globular form. വെൽഡിങ്ങിന് വേണ്ടി AC വെൽഡിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ AC കറണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടിഗ് വെൽഡിങ്ങിന് വേണ്ടി AC കറണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് മെറ്റൽസ് അലുമിനിയം മഗ്നീഷ്യം പോലെയുള്ള വൈറ്റ് മെറ്റൽസ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി AC കറണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇലക്ട്രോഡിൻ്റെ പോയിന്റ് റൗണ്ട് ഷേപ്പിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇലക്ട്രോഡ് ടിപ്പ് ഫോർ AC. അൾട്ടർനേറ്റീവ് കറണ്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം കോണിക്കൽ ഷേപ്പിൽ ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം പോയിന്റ് ഫ്ലാറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റിയെടുക്കേണ്ടതാണ്. സാധാരണയായി അലുമിനിയം മഗ്നീഷ്യം പോലെയുള്ള വൈറ്റ് മെറ്റൽസ് വെൽഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളും സിർക്കുലേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളുമാണ് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കാറുള്ളത്. ഇലക്ട്രോഡ് ടിപ്പ് ഫോർ DCEN. ഡയറക്റ്റ് കറണ്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ്. അതായത് ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ഇൻ നെഗറ്റീവ് ടെർമിനൽ. ഈ സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന താപത്തിൻ്റെ 30% മാത്രമേ ഇലക്ട്രോഡിൽ ലഭിക്കുകയുള്ളൂ. ആയതിനാൽ വർക്ക് പീസ് കൂടുതലായി ഉരുകുകയും പെനിട്രേഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. എന്നതിനാൽ കാർബൺ സ്റ്റീൽസ്, അലോയി സ്റ്റീൽസ്, ടൈറ്റാനിയം, നിക്കൽ എന്നിങ്ങനെ ഒരുപാട് ലോഹങ്ങളും അലോഹങ്ങളും വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ലോ കറന്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ഇലക്ട്രോഡിൻ്റെ അഗ്രം ഇലക്ട്രോഡ് ഡയാമീറ്ററിൻ്റെ 2 മുതൽ 2.5 മടങ്ങ് വരെ ഗ്രൈൻഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ കോണിക്കൽ ഷേപ്പിൽ ഗ്രൈൻഡ് ചെയ്ത് അഗ്രഭാഗം 0.5 മില്ലിമീറ്റർ കനത്തിൽ ഫ്ലാറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കോൺസെൻട്രേറ്റഡ് ആർക്ക് ലഭിക്കുകയുള്ളൂ. തന്മൂലം ഗുഡ് പെനിട്രേഷനും ലഭിക്കുകയുള്ളൂ. ഹൈ കറന്റ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ വെർട്ടെക്സ് ആംഗിൾ ഡിക്രീസ് ചെയ്ത് ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം തയ്യാറാക്കേണ്ടതാണ്. വെർട്ടെക്സ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആർക്ക് ലഭിക്കുകയും തന്മൂലം പെനിട്രേഷൻ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നതാണ്. വെർട്ടെക്സ് ആംഗിൾ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആർക്ക് ലഭിക്കാത്തത് മൂലം പെനിട്രേഷൻ ഡിക്രീസ് ആവുകയും തന്മൂലം ബീഡ് വിഡ്ത്ത് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നതാണ്. ഗ്രൈൻഡിംഗ് ഓഫ് ദി ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രൈൻഡിംഗ് മെഷീന് അഭിമുഖമായി ഇലക്ട്രോഡ് വെർട്ടിക്കലായി പിടിച്ചാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. തന്മൂലം
ഗ്രൈൻഡിങ് ട്രൈസസ് ലെങ്ത് വൈസിൽ ലഭിക്കുകയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായി ഈ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നമുക്ക് നോക്കാം. ശരിയായ രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഗ്രൈൻഡിങ് വീലിന് ഹൊറിസോണ്ടലായി ഇലക്ട്രോഡ് പിടിച്ച് ഗ്രൈൻഡ് ചെയ്യുന്നത് മൂലം ആർക്ക് വണ്ടറിങ് ഉണ്ടാവുന്നത് നമുക്ക് കാണാം. അടുത്തതായി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് ഗ്രൈൻഡിങ് മെഷീനാണ് ഞാൻ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി വർക്ക് ലാഗ് ആവാതിരിക്കുന്നതിന് വേണ്ടി ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെ 2 അഗ്രവും ഗ്രൈൻഡ് ചെയ്യുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഇലക്ട്രോഡ് കണ്ടീഷൻ ചിത്രത്തിൽ ആദ്യം കാണുന്നത് വെൽ ഷാർപ്പൻഡ് ആൻഡ് ഹെൽത്തി ഇലക്ട്രോഡാണ്. ഈ രീതിയിലാണ് ടിഗ് വെൽഡിങ്ങിന് ആവശ്യമായ ഇലക്ട്രോഡ് തയ്യാറാക്കേണ്ടത്. ചിത്രത്തിൽ രണ്ടാമതായി കാണുന്നത് വെൽഡിംഗ് കറന്റ് കൂടിയതിന്റെ ഭാഗമായി ഇലക്ട്രോഡിന്റെ അഗ്രം ഉരുകിയ ഒരു ഇലക്ട്രോഡാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മൂന്നാമതായി കാണിച്ചിരിക്കുന്നത് ഷീൽഡിംഗ് ഗ്യാസിന്റെ അപര്യാപ്തത മൂലം ഇലക്ട്രോഡിന്റെ അഗ്രം ചെറു കഷ്ണങ്ങളായതാണ് കാണിക്കുന്നത്. അടുത്തതായി വെൽഡിംഗ് കറന്റ് കുറവായതിന്റെ ഭാഗമായി ഇലക്ട്രോഡിന്റെ അഗ്രം ബ്ലണ്ടായ ഒരു ഇലക്ട്രോഡാണ് കാണിച്ചിരിക്കുന്നത്. അവസാനമായി ഗ്രൈൻഡിംഗ് ആംഗിൾ കൂടിയ ഒരു ഇലക്ട്രോഡാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രോഡിന്റെ കണ്ടീഷൻ വിശദമായി നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോഡ് കണ്ടീഷൻ well sharpened and healthy electrode, color silver white color and used with normal current, sharpening to a cone without a point, allowed a rapidly forming and stable arc. നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തത് മൂലം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് ലഭിക്കുന്ന ഒരു ഹെൽത്തി ഇലക്ട്രോഡാണ്. ഇതിൻ്റെ കളർ സിൽവർ വൈറ്റ് കളർ ആയിരിക്കും. അടുത്തതായി ദി പോയിന്റ് ഓഫ് ദി ഇലക്ട്രോഡ് ഹാസ് മെൽറ്റഡ് അണ്ടർ ദി ആക്ഷൻ ഓഫ് to grate a current. The point is deformed, the arc is erratic and poorly direct because of the ball vibrate during welding. Welding is therefore difficult if not possible. കറണ്ട് സെറ്റിംഗ് കൂടിയത് മൂലം ഇലക്ട്രോഡിൻ്റെ ടിപ്പ് മെൽറ്റ് ആവുകയും ആയതിനാൽ സ്റ്റേബിളായ ഒരു ആർക്ക് ലഭിക്കുകയും ഇല്ല. ഇലക്ട്രോഡിൻ്റെ അഗ്രം റീഷാർപ്പൻ ചെയ്ത് ഇത് പരിഹരിക്കാവുന്നതാണ്. കറണ്ട് സെറ്റിങ്ങും ശരിയായി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തതായി ദി ഇലക്ട്രോഡ് ഹാസ് ബീൻ യൂസ്ഡ് വിത്തൗട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ആർഗൺ ഷീൽഡിംഗ് ഗ്യാസ്. The flow has been cut off soon. The electrode has turned blue, is contaminated with oxygen and disintegrate rapidly. It is necessary to reshape it. ഷീൽഡിംഗ് ഗ്യാസിൻ്റെ അപര്യാപ്തത മൂലം നീല നിറത്തിലായ ഒരു ഇലക്ട്രോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്സിജൻ കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട് അഗ്രഭാഗം റീഷാർപ്പൻ ചെയ്ത് ആർഗൺ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഷീൽഡിംഗ് ഗ്യാസിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്തി വെൽഡിംഗ് ചെയ്യാവുന്നതാണ്. നാലാമതായി ദി ഫാൾട്ട് ഒക്യൂഴ്സ് മോസ്റ്റ്ലി ഇൻ ദി വെൽഡിംഗ് ഓഫ് light alloys with an electrode of thoriated tungsten and a low current. The current must be increased to form a ball shape at the electrode tip. If this is not done, the arc will remain erratic. വെൽഡിംഗ് കറന്റ് കുറവായത് മൂലം അഗ്രഭാഗം നഷ്ടപ്പെട്ട ഒരു ഇലക്ട്രോഡാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വെൽഡിങ്ങിൻ്റെ ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം പ്രോപ്പറായി റീഷേപ്പൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കറണ്ട് സെറ്റിങ്ങും ശരിയാക്കേണ്ടതാണ്. അടുത്തതായി ഇലക്ട്രോഡ് പോയിന്റ് ടു ഷാർപ്പ്. റാപ്പിഡ് വിയർ occurs since the point carries current densities which are too high. This leads to systematic inclusion of tungsten in weld which are highly visible on radiographic. ഇലക്ട്രോഡിൻ്റെ അഗ്രം കൂടുതൽ ഷാർപ്പായത് മൂലം ഇലക്ട്രോഡ് വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ പോലെയുള്ള വെൽഡ് ഡിഫക്റ്റ് തന്മൂലം ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ പോലെയുള്ള വെൽഡ് ഡിഫക്റ്റ് ഉണ്ടാവുന്നതാണ്. ഇലക്ട്രോഡിൻ്റെ അഗ്രഭാഗം വെൽഡ് ബീഡിൽ അകപ്പെടുന്നതാണ് ഈ വെൽഡ് ഡിഫക്റ്റ്. ഇത് റേഡിയോഗ്രാഫിക് ടെസ്റ്റ് പോലെയുള്ള നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. ഇത് വെൽഡ് ബീഡിൻ്റെ ദൃഢതയെ ബാധിക്കുന്നതാണ്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് സെലക്ഷൻ. വിവിധ ലോഹങ്ങൾക്കും അലോഹങ്ങൾക്കും അതിൻ്റെ അലോയ്സിനും അതിൻ്റെ പ്രോപ്പർട്ടീസിന് അനുസൃതമായി വെൽഡിംഗ് കറൻറ്റും ഇലക്ട്രോഡും ഷീൽഡിംഗ് ഗ്യാസും തിരഞ്ഞെടുക്കാറുണ്ട്. ഈ ടേബിളിലൂടെ അത് നമുക്കൊന്ന് പരിചയപ്പെടാം.
ആദ്യമായി ബേസ് മെറ്റൽ ടൈപ്സ്. അലുമിനിയം അലോയിസ് ആൻഡ് മെഗ്നീഷ്യം അലോയിസ്. അലുമിനിയം, മെഗ്നീഷ്യം പോലെയുള്ള വൈറ്റ് മെറ്റൽസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ് കറണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ആൾട്ടർനേറ്റീവ് കറണ്ട് വിത്ത് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് മെഷീനാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. ഇലക്ട്രോഡായി ഉപയോഗിക്കാറുള്ളത് പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കാറുള്ളത്. അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം EWP ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കാറുള്ളത് ആർഗൺ ഗ്യാസ് ആണ്. സിർക്കോണേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും ഉപയോഗിക്കാറുണ്ട്. ദി classification of circulated tungsten electrode, that is EWZR. Circulated tungsten electrode ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ഷീൽഡിംഗ് ഗ്യാസായി ആർഗൺ ഗ്യാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തതായി കോപ്പർ അലോയിസ്, കോപ്പർ നിക്കൽ അലോയിസ് ആൻഡ് നിക്കൽ അലോയിസ്. കോപ്പർ, നിക്കൽ പോലെയുള്ള അലോഹങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് DCSP ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാറാണ് പതിവുള്ളത്. നമുക്ക് നോക്കാം ഇലക്ട്രോഡ് ടൈപ്പ് ദാറ്റ് ഈസ് തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. 2% തോറിയം കണ്ടന്റ് ഉള്ള തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ആർഗൺ ഗ്യാസാണ് ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കാറുള്ളത്. 2% സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. AWS ക്ലാസിഫിക്കേഷൻ EWCE2. സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ആർഗൺ ഹീലിയം മിക്സ്ചറാണ് ഷീൽഡിംഗ് ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അടുത്തതായി മൈൽഡ് സ്റ്റീൽ, കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ ആൻഡ് ടൈറ്റാനിയം. കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ പോലെയുള്ള ലോഹങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് DCSP ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കാറുള്ളത്. അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് കണക്റ്റഡ് ഇൻ ടു നെഗറ്റീവ് ടെർമിനൽ. ലിബറേറ്റ് ചെയ്യുന്ന താപത്തിൻ്റെ 30% മാത്രമേ ഇലക്ട്രോഡിൽ ലഭിക്കുകയുള്ളൂ. ആയതിനാൽ ബേസ് മെറ്റൽ കൂടുതലായി ഉരുകുകയും ബേസ് മെറ്റൽ പെനിട്രേഷൻ കൂടുതലായി ലഭിക്കുകയുമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കാറുള്ളത് തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. 2% തോറിയം കണ്ടന്റ് ഉള്ള തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. AWS ക്ലാസിഫിക്കേഷൻ EWTH2. തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ഷീൽഡിംഗ് ഗ്യാസായി ആർഗൺ ഗ്യാസാണ് ഉപയോഗിക്കാറുള്ളത്. സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 2% സിറിയം കണ്ടന്റ് ഉള്ള സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. AWS ക്ലാസിഫിക്കേഷൻ EWCE2. സിറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ആർഗൺ ഹീലിയം ഗ്യാസിൻ്റെ മിക്സ്ചറാണ് ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കാറുള്ളത്. അടുത്തതായി ലാന്തനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും ഈ പറയുന്ന മൈൽഡ് സ്റ്റീൽ, കാർബൺ സ്റ്റീൽ ഇങ്ങനെയുള്ള ലോഹങ്ങളെല്ലാം വെൽഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാറുണ്ട്. 2% ലാന്തനം കണ്ടന്റ് ഉള്ള ലാന്തനേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡും ഉപയോഗിക്കാറുണ്ട്. AWS ക്ലാസിഫിക്കേഷൻ EWGTH2. ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കാറുള്ളത് ആർഗൺ വാതകമാണ്. IT ട്രെയിനിങ്ങിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകരിക്കും എന്ന് കരുതുന്നു. താങ്ക്സ്.